ഇതുകൊണ്ടാ പറഞ്ഞത് മൻ ഖറഅ ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ആയത്തുൽ കുർസി. ഈ ഇരിക്കുന്ന എന്റെ മുമ്പിലുള്ള സഹോദര സഹോദരിമാരോട് ഇന്ന് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു ഉപദേശം, ഈ ആയത്ത് ഈ ഹദീസിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. മുത്തുനബി പറയുന്നു, എല്ലാ ഫർള് നിസ്കാരത്തിന്റെ പിറകിലും ഒരായത്തുൽ കുർസി ഒരാള് പാരായണം ചെയ്യുന്നുവെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്നതിന് അയാൾക്ക് തടസ്സമില്ല. ഇല്ലാ അയ്യമൂത്ത്, അയാള് മരിക്കലല്ലാതെ തടസ്സമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ ഉറപ്പ്? എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും ശേഷം ഒരായത്തുൽ കുർസി നിങ്ങൾ ഓതുവോ, ഉറപ്പ്. സയ്യിദുനാ റസൂലുള്ളാഹി ഉറപ്പ് കൊടുക്കുക, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നു. ആ ഉറപ്പ് കൊടുത്ത കോലൊന്ന് നോക്ക്. അയാൾക്ക് സ്വർഗപ്രവേശത്തിന് തടസ്സം മരണം മാത്രമാണ്. ഇല്ല അയ്യമോ, മരിച്ചാ മതി അയാൾ സ്വർഗത്തിലാണ്. മരിച്ചാൽ മതി അയാൾ സ്വർഗത്തിലാണ്. ഷഫീഉനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നാൽ ഒരായത്തുൽ കുർസി അങ്ങോട്ട് പതിവാക്കിയാ പോരേ, എന്നാ പിന്നെ സ്വർഗം ഉറപ്പല്ലേ? ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുകയാണ്, ഇല്ല, ഈ ആയത്തുൽ കുർസി സ്ഥിരമായി പതിവാക്കാൻ നബിയോ മുഖറബോ അല്ലാഹു പ്രത്യേകം അംഗീകരിക്കുകയോ ചെയ്ത മനുഷ്യനല്ലാതെ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ദിവസം മറന്നു, ഏതെങ്കിലും ഒരു ദിവസം അത് മറന്നു. അത് മറക്കാതെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഒന്നുകിൽ നബിയാവണം, അല്ലെങ്കിൽ സുദ്ദീഖീങ്ങളുടെ മർത്തബയിലേക്ക് ഉയർന്ന അബൂബക്കറിന് സുദ്ദീഖിന്റെ മർത്തബയിലേക്ക് ഉയർന്ന മുഅ്മിനീങ്ങളാവണം. നല്ല ഈമാനിക ശക്തിയുള്ളവർക്ക് ലം യുഹാഫിദ് അലൈഹാ ഇല്ലാ നബിയുൻ ഔ സുദ്ദീഖ്. നബിക്കോ സുദ്ദീഖിനോ അല്ലാതെ ഇത് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങളെ ജീവിതത്തില് നിങ്ങൾ പതിവാക്കുക. ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരായത്തുൽ കുർസി അത് എല്ലാരും ഫിറ്റ് ചെയ്തു കൊടുക്കണം. ഫർള് നിസ്കാരം ഒന്ന് കഴിഞ്ഞോ ആയത്തുൽ കുർസി ഇല്ലാത്ത ഫർള് നിസ്കാരം കഴിയരുത്. ആ ഒരു തീരുമാനം ഈ വന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എടുത്താൽ അൽഹംദുലില്ലാഹ്, വേറെ ഒന്നും വേണ്ട, നമ്മൾ വിജയിച്ചില്ലേ. ഇത് പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ അപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും, ചിലപ്പോ ബസ് സ്റ്റാൻഡിലെ പള്ളിയിലായിരിക്കും നിസ്കരിക്കാൻ കൂടിയത്, ദിക്റിനും ദുആഇനും നിൽക്കാൻ സമയം ഉണ്ടാവില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാർട്ടായി നിൽക്കുന്നുണ്ട്, അതിന് ഓടി പോവുകയാണ്. എന്നാലും ആ പോണ പോക്കിലൊരു ആയത്തുൽ കുർസി അത് മറന്നു നോക്കരുത്. എന്തൊഴിവായാലും ഞാൻ പറയുന്നത്, ഞമ്മക്കൊക്കെ സ്വർഗത്തിലെത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു പിടുത്തോ അനിവാര്യമാണ്. അതെന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വെക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ പോലെ ഏറ്റെടുക്കുവോ സഹോദരങ്ങളെ നിങ്ങള്, ഇനി എന്റെ ജീവിതത്തിൽ ഫർള് നിസ്കാരം ഞാൻ നഷ്ടപ്പെടുത്തൂല. ഫർള് നിസ്കാരം ആയത്തുൽ കുർസി ഇല്ലാത്തൊരു ഫർള് നിസ്കാരം കഴിയൂല, ഉണ്ടാവൂല. ഒരു ഫർള് നിസ്കാരം ഉണ്ടോ ആയത്തുൽ കുർസി ഉടനെ ഓതണം. ദിക്റും ദുആഉം ഒക്കെ നടത്തുമ്പോൾ എന്തായാലും അതിൽ ആയത്തുൽ കുർസി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഇതൊന്നും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും, തിരക്ക് പിടിച്ച ഒരു വഖത്തിലാണെങ്കിൽ പോലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒഴിഞ്ഞു പോകരുത്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, ഒരു പക്ഷേ അടുപ്പത്ത് നിങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തില് ബേജാറിലായിരിക്കും. നിസ്കാരം സലാം വീട്ടി നേരെ നിസ്കാരക്കുപ്പായം ഊരി എറിഞ്ഞ് പല സമയങ്ങളിലും ഓടിയേക്കാം. അപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു, അരുത് അരുത്, ഒരായത്തുൽ കുർസി ഓതാൻ നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, കൃത്യമായി ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തായാലും സ്വർഗത്തിലെത്താൻ കഴിയോ? എന്താ കാരണം? ആയത്തുൽ കുർസിയിന് ഇത്രയും മഹത്വം ഉണ്ടാവാൻ കാരണം എന്താ? ആയത്തുൽ കുർസിയുടെ പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം. ആയത്തുൽ കുർസിയുടെ പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളുടെ ഒരു തോന്നലാണോ? അല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാഹു ഉണ്ടെന്ന ഉറപ്പ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് സത്യം എന്നത് മുസ്ലിമീങ്ങളുടെ ഒരു തോന്നലാണോ? അല്ല. മുസ്ലിമീങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തില്, തെളിവുകളുടെ അടിസ്ഥാനത്തില് മുസ്ലിമീങ്ങൾക്ക് മുത്തുനബി ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറന്നു പോകരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്നതിന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആൻ മേരി ഷിമ്മൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരി, അവൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്താണെന്നറിയോ? അവൾ പറയുന്നു, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെടാനുള്ള കാരണം? അവർ പറഞ്ഞത്, ഞാൻ ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്, അതൊന്നും എന്നെ ചിന്തിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു ചരിത്ര ശകലം വായിച്ചപ്പോഴാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഏതാണ് ആ ചരിത്ര ശകലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ ബോഡി ഗാർഡുകൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അത്, അല്ലെ? ഇസ്ലാമിനൊരു അന്തസ് വരുന്നത് വരെ റസൂലുള്ളാഹിന്റെ വീട്ടില് രാത്രി ഉറക്കൊഴിച്ചിട്ട് ഷിഫ്റ്റ് ആയിട്ട് നിൽക്കലായിരുന്നു. സഹാബത്ത് പാറാവ് നിൽക്ക, ശത്രുക്കള് കൊന്നുകളയോ എന്ന് ഭയന്നിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഒരു രാത്രി സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി ഇറങ്ങി വന്നിട്ട് ഇവരോട് പറയാണത്രേ. ആരോട്? തന്റെ അംഗരക്ഷകരോട് പറയാണ്, തനിക്ക് പാറാവ് നിൽക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ എന്തിനാണ് ഉറക്കൊഴിച്ച് ബുദ്ധിമുട്ടാകുന്നത്? എനിക്ക് പാറാവ് നിന്ന് നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങണം. അവര് പറഞ്ഞു, നബിയെ പോകാനായിട്ടില്ല, പോകാനായിട്ടില്ല, ആകുമ്പോൾ ഞങ്ങൾ പോകും. തങ്ങളെ ഒഴിവാക്കി വീട്ടിൽ ഒറ്റക്കിട്ടങ്ങ് പോകാനായിട്ടില്ല. അതിനു പറ്റിയ ഒരു കണ്ടീഷനിലേക്ക് ഇസ്ലാമിന്റെ ശക്തി എത്തിയതിന്റെ ശേഷം ഞങ്ങൾ പോകാം, ഇപ്പോൾ പോകാനായിട്ടില്ല തങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നമ്മളൊക്കെ വായിച്ചത് തന്നെയാണ്, പക്ഷെ ആ പെണ്ണ് അതിലൊന്ന് കടന്നാലോചിച്ചു എന്നുള്ളതാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറയുകയാണത്രേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് മുമ്പ് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എനിക്ക് പാറാവ് നിൽക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് കാവൽ നിന്നത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചവനല്ലേ, ഇപ്പൊ നിങ്ങൾ പോയിക്കോ എന്ന് പറയുമ്പോ അതിനൊരു കാരണമുണ്ട്. അല്ലാഹു ഇപ്പോൾ ഫ്രഷായിട്ട് ഒരു ആയത്ത് എനിക്ക് ഇറക്കിയിട്ടുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസ്. നബിയെ, ജനങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹു തങ്ങളെ കാക്കും. ജനങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹു തങ്ങളെ കാക്കും. ഇങ്ങനെ ഒരു ആയത്ത് എനിക്ക് ഇപ്പൊ റബ്ബ് ഇറക്കിയിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി. ഇവരെന്നിട്ടും പോകാൻ കൂട്ടാക്കിയില്ല. അള്ളാന്റെ റസൂൽ നിർബന്ധിച്ചു, പോകണം, ഇവിടെ ഇനി നിൽക്കേണ്ട കാര്യമല്ല, എന്തിനാ നിങ്ങൾ ഉറക്കൊഴിക്കുന്നത്? അള്ളാഹു എന്റെ സംരക്ഷണം ഏറ്റെടുത്താൽ പിന്നെ എന്തിനാണ് എനിക്ക് പാറാവ്? എന്തിനാണ് എനിക്ക് പാറാവ്? ഒരു പാറാവുകളുടെ ആവശ്യമില്ല. അള്ളാഹു എന്നെ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങൾ ധൈര്യമായിട്ട് പോകണം. അവർ വീട്ടിലേക്ക് പോയി. അള്ളാഹുവിന്റെ റസൂലിന് ഒരു പോറലും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാ സത്യം. ഇവിടെയാണ് ആൻ മേരി ഷിമ്മൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത്. ഈ പെണ്ണിനോട് ചോദിച്ചു, ഇതിലും വലിയ കഥ എത്ര ഉണ്ട് ഇസ്ലാമിൽ, ഞങ്ങൾ പറഞ്ഞുതരാം. അതൊന്നും വായിച്ചിട്ട് മുസ്ലിം ആകാത്ത നിങ്ങൾ എന്തേ ഇത് വായിച്ചിട്ട് മുസ്ലിം ആയത്? അപ്പൊ ആ പെണ്ണ് പറയാം, എന്താ പറഞ്ഞത് അറിയോ? നമ്മൾ പറയുന്നത്, മുഹമ്മദ് പറയുന്ന ഈ അല്ലാഹു വ്യാജമാണ് എന്നല്ലേ ശത്രുക്കൾ പറയുന്നത്. മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു വ്യാജമാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല എന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇത് വായിച്ചപ്പോ ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെ പച്ച കള്ളത്തരം പറഞ്ഞു ഒരു പുതിയ പ്രസ്ഥാനം കെട്ടിച്ചമച്ച അതിന്റെ ഓളിനോളായി എല്ലാമെല്ലാമായി സർവസ്വമായി സയ്യിദുനാ റസൂലുള്ളാഹി എന്ന നേതാവ് ആ പ്രസ്ഥാനത്തിന്റെ എല്ലാമെല്ലാമായി വിലസുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ ചില ഗുണങ്ങൾ കിട്ടും. അതിന് തന്റെ ചൊൽപ്പിടിക്ക് കീഴില് കുറെ അനുയായികളെ നിർത്താൻ വേണ്ടിയുള്ള പച്ച കള്ളമാണ് ഈ വാദമെന്നൊക്കെ ആണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ജനങ്ങളെ കൂട്ടുകാരെ ഒരു മനുഷ്യൻ ചിലപ്പോൾ പറ്റിച്ചേക്കാം, നാട്ടുകാരെ ഒരു മനുഷ്യൻ പറ്റിച്ചേക്കാം, ലോകത്തെ മുഴുവനും ഒരു മനുഷ്യൻ വഞ്ചിച്ചേക്കാം, പക്ഷേ സ്വന്തം ശരീരത്തെ പറ്റിക്കാൻ ഒരാളെയും കിട്ടുകയില്ല. ഇതാ ഞാൻ മുസ്ലിം ആകാൻ കാരണം. കാരണം ഇവിടെ ജീവൻ വെച്ചിട്ടാണല്ലോ കളിക്കുന്നത്, സ്വന്തം ജീവൻ വെച്ചിട്ടാ കളിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ, അള്ളാഹുവിനെ റസൂലുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, അള്ളാഹുവിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട് അല്ലേ, കണ്ട് വിശ്വസിച്ച ആളാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്. നബിതങ്ങൾക്കല്ലേ അത് പറയാൻ അർഹത. ഇസ്രാ മിഅ്റാജിന്റെ അന്ന് മുത്തുനബി അള്ളാഹിനെ കണ്ടിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് റബ്ബുണ്ടെന്ന് ബോധ്യപ്പെടുകയും റബ്ബിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ പോലും വിശ്വാസത്തിൽ ഒരു ചെറിയ ദൗർബല്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വഹി ഇറങ്ങിയാൽ തന്നെ കൂട്ടുകാരോട് അത് പറയില്ല. കാരണം അത് മറ്റോലെ അറിയില്ലല്ലോ വഹി ഇറങ്ങിയ കഥ. അപ്പൊ അവരോട് അത് പറയില്ല, നിങ്ങൾ പൊയ്ക്കോളി, കിടന്നുറങ്ങിക്കോളി. കാരണം സ്വന്തം ജീവന്റെ കാര്യത്തിൽ ഭയമില്ലാത്ത ഒരാളുണ്ടാവില്ല. ഇവിടെ സ്വന്തം ജീവിതം വെച്ചിട്ടാ മുഹമ്മദ് കളിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഇയാൾക്ക് കേട്ട് കേൾവിയല്ല, ഇത് ഇദ്ദേഹത്തിന്റെ അനുഭവമാണ്. അവിടെ അങ്ങ് ഉറപ്പിച്ചതാ ഞാൻ, മുഹമ്മദ് പറയുന്നത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ, നിങ്ങളൊക്കെ കേട്ട കഥയല്ലേ, ഒരു അഅറാബി വന്നു വാളെടുത്തിട്ട് ഉറങ്ങുന്ന റസൂലുള്ളാഹിനെ ഉണർത്തിയിട്ട്, ആരാ മുഹമ്മദേ ഈ വാളിനെ തൊട്ട് എന്നെ തടയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ, ഞാൻ ഈ വാളിന് നിന്നെ അങ്ങ് ഇരയാക്കുകയാണെങ്കിൽ ആരാ തടയാന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി എത്ര കൂളായിട്ടാ പറഞ്ഞത്, അല്ലോ പടച്ച റബ്ബുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച ആ അല്ലാഹു ഉണ്ട് എന്നെ കാക്കാൻ, ഞാൻ എന്തിനു പേടിക്കണം? ആളുടെ കൈ അങ്ങ് വിറച്ചില്ലേ, വാള് നിലത്ത് വീണു. ആ വാള് ചാടി എഴുന്നേറ്റ് എടുത്തിട്ട് മുത്തുനബി ചോദിച്ചു, ഈ വാള് കൊണ്ട് ഞാൻ നിന്നെ വെട്ടിയാൽ ആരാ നിന്നെ തടുക്കുക, എന്നെ തടയാം? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദേ നീ കനിഞ്ഞെങ്കിലേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തോ? ഇല്ലേ? കൊടുത്തു. അതാണ് അള്ളാഹുവിന്റെ റസൂലാണ് നമ്മുടെ ഒന്നാമത്തെ പ്രമാണം. അല്ലാഹ് ഉണ്ടെന്നതിന്റെ തെളിവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണ്, പടച്ചോനുണ്ട് മക്കളെ. ഇത് നമുക്ക് കണ്ണിൽ കാണിച്ചു തന്ന മഹാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി, ബോധ്യപ്പെടുത്തി തന്ന മഹാനാണ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മുത്തുനബിയെ പറ്റി മഖ്ദൂം തങ്ങള് നമ്മളെ പാടാൻ പഠിപ്പിച്ചത്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി. തങ്ങളെ അങ്ങയെ കുറിച്ചുള്ള ഓർമ്മയാണ്, അങ്ങയുടെ പൂമുഖമാണ്, നബിയെ തങ്ങളാണ് ഹുജ്ജതുനാ ഞങ്ങളുടെ പ്രമാണം, ഞങ്ങളുടെ തെളിവ് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും, അതൊക്കെ പിന്നെ ഒന്നാമത്തെ തെളിവ് തങ്ങളാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം. മഖ്ദൂം തങ്ങൾ പാടാൻ പഠിപ്പിച്ചു. നബി തങ്ങളെ കണ്ടിട്ടാ ഖുർആൻ സത്യാന്ന് നമ്മൾ മനസ്സിലാക്കിയത്, നബി തങ്ങളെ കണ്ടിട്ടാണ് ഹദീസ് സത്യാണ് എന്ന് മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടാണ് പ്രമാണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ പ്രമാണം മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി, ജനങ്ങൾ വിവിധ പ്രമാണങ്ങൾ കൊണ്ടുവരുന്ന ദിനത്തില് ഞങ്ങളുടെ പ്രമാണം അങ്ങയാണ് തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തെ പഠിപ്പിക്കേണ്ട ക്രമത്തില് പഠിപ്പിച്ചവരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ